നമസ്കാരം. കോട്ടയം കാണക്കാരിയിലെ ജെസ്സി വധക്കേസിലെ പ്രതി ഭർത്താവ് സാം കെ ജോർജിന്റെ വനിതാ സുഹൃത്തുക്കളെ കണ്ടെത്താൻ അന്വേഷണം. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഇറാൻ, UAE എന്നിവിടങ്ങളിലെ സ്ത്രീകളുമായി സാമിന് ബന്ധമുണ്ടായിരുന്നുവെന്ന് ജെസ്സിയുടെ കുടുംബം ആരോപിക്കുന്നു. ഇവരിൽ ആരെയെങ്കിലും അപായപ്പെടുത്തിയെന്നും അന്വേഷിക്കും. ജെസ്സിയുമായുള്ള വിവാഹത്തിന് മുൻപ് സാമിന്റെ പങ്കാളിയായിരുന്ന സ്ത്രീയെ കാണാനില്ലെന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം. ഒന്നിലേറെ സ്ത്രീകളെ സാം വകവരുത്താനുള്ള സാധ്യത പോലീസിന്റെ മുന്നിലുണ്ട്. സാം MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പാറക്കുളത്തിലെറിഞ്ഞ ജെസ്സിയുടെ ഫോൺ കണ്ടെടുത്തത് അതിനിർണായകമാണ്. കാണക്കാരിയിലെ വീടിന്റെ 1-ാം നിലയിൽ മുൻപ് സാമിനൊപ്പം താമസിച്ചിരുന്ന വിയറ്റ്നാം യുവതി ജെസ്സിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിലെ വിവരങ്ങൾ കേസിൽ നിർണായകമാണ്. ജെസ്സിയെയും ഇളയ മകനെയും കൊല്ലാൻ സാം ലക്ഷ്യമിടുന്നുണ്ടെന്ന വെളിപ്പെടുത്തലും ഇതിലുണ്ട്. ഈ ചാറ്റുകൾക്ക് പുറമെ സ്വത്തിന്റെ ഉടമസ്ഥത, സാമിന്റെ മറ്റു ബന്ധങ്ങൾ എന്നിവയിലേക്കും ഫോണുകളിൽ തെളിവുകൾ വിരൽ ചൂണ്ടുമെന്നാണ് പ്രതീക്ഷ. സാമിന്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. വിവാഹശേഷം ജെസ്സിയും സാമും താമസിക്കുന്ന വീട്ടിൽ ഇവർ എത്തിയെന്നും സാമുമായുള്ള ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ ഏൽപ്പിച്ച് മടങ്ങിയെന്നുമാണ് സാമിന്റെ മൊഴി. ഇവർ മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ടെന്നും സാം പറഞ്ഞെങ്കിലും ഇതിനും തെളിവുകളൊന്നുമില്ല. വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഇറാൻ, UAE എന്നിവിടങ്ങളിലെ സ്ത്രീകളുമായി സാമിന് ബന്ധങ്ങളുണ്ടായിരുന്നു. വിദേശത്ത് വെച്ച് തുടങ്ങിയതാണ് ഈ ബന്ധങ്ങൾ. ടീം എമർജൻസി കേരള എന്ന മുങ്ങൽ വിദഗ്ധരുടെ സംഘമാണ് പാറക്കുളത്തിന്റെ 40 അടി താഴ്ചയിൽ നിന്നും ജെസ്സിയുടെ ഫോൺ മുങ്ങിയെടുത്തത്. സാമിനെതിരെയുള്ള പ്രധാന തെളിവുകൾ ഫോണിൽ നിന്ന് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ജെസ്സി ഉപയോഗിച്ചിരുന്ന 2 ഫോണുകൾ കുളത്തിൽ എറിഞ്ഞെന്നാണ് സാം പോലീസിന് നൽകിയ മൊഴി. 6 പേരടങ്ങിയ തെരച്ചിൽ സംഘം ഇന്നലെ 1.5 മണിക്കൂർ തെരഞ്ഞ് ഫോൺ കണ്ടെത്തുകയായിരുന്നു. 26-ന് രാത്രി കാണക്കാരിയിലെ വീട്ടിൽ ജെസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം ജെസ്സിയുടെയും തന്റെയും ഫോണുകൾ സാം സ്വിച്ച് ഓഫ് ചെയ്ത് കയ്യിൽ കരുതിയിരുന്നു. ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ മൃതദേഹം ഉപേക്ഷിച്ച് തിരികെ വരുന്ന വഴി 27-ന് പകൽ ക്യാമ്പസിലെത്തി ജെസ്സിയുടെ ഫോണുകൾ മാത്രം കുളത്തിലെറിഞ്ഞതായാണ് മൊഴി. 2 ഫോണുകളും എടുത്ത് ജെസ്സി മറ്റെവിടേക്കെങ്കിലും പോയതാകാമെന്ന് വരുത്തി തീർക്കാനായിരുന്നു തന്റെ ശ്രമമെന്ന് സാം പറയുന്നുണ്ടെങ്കിലും അന്വേഷണ സംഘം അത് മുഖവിലക്കെടുത്തിട്ടില്ല. സാം കെ ജോർജിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന് പല തവണ പറഞ്ഞിട്ടും ജെസ്സി കേട്ടില്ലെന്നാണ് പ്രതി തെളിവെടുപ്പിനിടെ പോലീസിനോട് പറഞ്ഞത്. ജെസ്സിക്ക് മാറി താമസിക്കാനായി 5 വീട് കണ്ടെത്തി വാടക നൽകാമെന്നും പറഞ്ഞു. എന്നാൽ ജെസ്സി പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയായിരുന്നു എന്നാണ് സാം പോലീസിനോട് പറഞ്ഞത്. കാർ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊലപാതകത്തിന് കാരണമായ പ്രകോപനം. സിറ്റൗട്ടിലിരുന്ന തന്നോട് വഴക്കിട്ട ജെസ്സി വാക്കത്തി കൊണ്ട് വെട്ടിയെന്നാണ് സാം പോലീസിനോട് പറഞ്ഞത്. വെട്ട് കൈകൊണ്ട് തടഞ്ഞ ശേഷം കാറിൽ സൂക്ഷിച്ച മുളക് സ്പ്രേ എടുത്ത് ജെസ്സിക്ക് നേരെ പ്രയോഗിച്ചു. മുറിയിലേക്ക് ഓടിയ ജെസ്സിയെ പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നെന്നും സാം വിശദീകരിച്ചു. താൻ തുണി ഉപയോഗിച്ചാണ് ശ്വാസം മുട്ടിച്ചത്. മരണം ഉറപ്പാക്കിയ ശേഷം തറയിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന കാറിന്റെ ഡിക്കിയിൽ തള്ളിയെന്നും സാം പറയുന്നു. മൃതദേഹം ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിലാണ് സാം ഉപേക്ഷിച്ചത്.